അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് STM-F1 സീരീസ് ICകളുടെ ഡേറ്റ ഷീറ്റാണ്. അതിൽ GPIയിൽ നമ്മൾ ഇൻപുട്ടിൻ്റെ എല്ലാ വെർഷൻസും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഔട്ട്പുട്ടാണ് നോക്കാനുള്ളത്. ഔട്ട്പുട്ടിനെ എന്താണ് പറയുക, 3 ടൈപ്പ്, അതായത് പുഷ് പുൾ ഉണ്ട്, ഓപ്പൺ ട്രെയിൻ ഉണ്ട്, ഓൾട്ടർനേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് ഔട്ട്പുട്ടിനകത്തുള്ളത്. അതുപോലെ എന്താണ് പറയുക, 2 MHz നമുക്ക് ഉപയോഗിക്കാം, 10 MHz ഉപയോഗിക്കാം, അതുപോലെ 50 MHz ഉപയോഗിക്കാം. 2 MHz എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ LED കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിലേ, ബട്ടൺസ്, ഇതൊക്കെ ലോ സ്പീഡിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ 2 MHz ഉപയോഗിക്കുന്നത്. ആ സമയം 10 MHz എന്ന് പറഞ്ഞാൽ നമുക്കൊരു PWM, സിമ്പിളായിട്ടൊരു PWM സിഗ്നലോ അല്ലെങ്കിൽ ബിറ്റ് ബാങ്ക് ഒക്കെ ചെയ്തിട്ട് SPI പോലുള്ള ഒരു ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന 10 MHz ഉപയോഗിക്കുന്നത്. ആ സമയം 50 MHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു USART, I2C, നമുക്ക് വേണമെങ്കിൽ ചെറിയ സ്പീഡിലും I2C ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്. I2Cയും USART ഒക്കെ ഇതിനകത്തുണ്ട്. ഇതല്ല, നമുക്കൊരു അഡീഷണൽ USART ഒക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് തന്നേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആവശ്യം ആ രീതിയിലുള്ള സാധനം മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് STM നമുക്ക് തരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പുഷ് പുൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് 2 MHz ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കോഡ് അടുത്ത വീഡിയോയിൽ നോക്കാം.